ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതേ ആലപ്പുഴ പൂങ്കാവിലാണ്. പൂങ്കാവ് എന്ന് പറയുന്ന പള്ളിയിൽ ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. ദുഃഖവെള്ളിയാഴ്ചയുടെ ശുദ്ധവാരാചരണത്തിന്റെ തിരുക്കർമ്മങ്ങളൊക്കെ നടക്കുന്ന ഒരു ദിവസമാണ്. കേരളത്തിന്റെയും ഇന്ത്യയുടെ തന്നെ പല പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഈ ദേവാലയത്തിൽ ഇന്ന് വരും. പല രീതിയിലുള്ള നേർച്ച വഴിപാടുകളുണ്ട്. വളരെ നല്ല രീതിയിൽ ഇന്നലെ രാത്രി മുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രാർത്ഥനകളും കാര്യങ്ങളും നടക്കുന്ന ഒരു ദേവാലയമാണ് ഈ പൂങ്കാവ് പള്ളി. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും എല്ലാം എടുക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ പാതിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. 1.5 കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ ദേവാലയത്തിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബൈക്കിൽ, എൻ്റെ യൂണിക്കോണിലാണ് ഞാൻ ഇവിടെ വന്നത്. എൻ്റെ ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ബൈക്കിൽ ഇനി അങ്ങോട്ട് പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരം. ആ കാണുന്ന ഒരു ജംഗ്ഷൻ കണ്ടോ? ഇപ്പൊ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് ആണ് നല്ല തിരക്കാണ്, ഇവിടെ എല്ലാം ബ്ലോക്കാണ്. അപ്പോൾ അപ്പുറത്ത് ചെന്നിട്ട് അവിടുന്ന് യു-ടേൺ എടുത്ത് വേണം പൂങ്കാവളിലേക്ക് പോകാൻ. അപ്പം നമുക്ക് പള്ളിയിലേക്ക് പോകാം. ഈ വീഡിയോ മുഴുവൻ കണ്ടാലേ അവസാന ഭാഗം വരെ നഗരി കാണിക്കൽ കാണാൻ പറ്റുള്ളൂ. എറണാകുളം ഭാഗത്തു നിന്നാണ് പോകുന്നത്. ഇവിടെ നിന്നും യു-ടേൺ എടുക്കണം. യു-ടേൺ എടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത് തന്നെ ഒരു കുരിശടിയാണ് ലെഫ്റ്റ് സൈഡിലായിട്ട്. ആ കുരിശടിയിൽ നിന്നും ലെഫ്റ്റിലേക്ക് റോഡുണ്ട്. തീരദേശത്തേക്ക് പോകുന്ന റോഡാണ്. ആ റോഡിലൂടെ നമുക്ക് പോകേണ്ടത്. അങ്ങനെ പോയി അങ്ങനെ ചെല്ലുമ്പോഴാണ് ഒരു റെയിൽവേ ട്രാക്കുണ്ട്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ റെയിൽവേ ഗേറ്റ് അടയ്ക്കത്തില്ല. ഇല്ലെങ്കിൽ ട്രെയിൻ വരാൻ സമയമായെങ്കിൽ റെയിൽവേ ഗേറ്റ് അടച്ചിടും. ഇതാണ് നമുക്ക് നോക്കാം. റെയിൽവേ ഗേറ്റ് അടച്ചിട്ടൊക്കെയാണ്, ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. ഇപ്പോൾ ട്രെയിൻ വരുമായിരിക്കും. ഞാനും അവിടെ തന്നെ ഇങ്ങനെ ഉറപ്പിച്ചിരുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നോക്കുമ്പോൾ കാണുന്നത് കണ്ടോ, കഞ്ഞി കൊടുക്കുന്ന സ്ഥലമാണത്. ട്രെയിൻ വരാറായിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിൻ വരുന്നത് കാണാം. ട്രെയിൻ വന്നു തുടങ്ങി. ഇവിടുന്ന് കാണാൻ പറ്റും, തൊട്ടടുത്ത തന്നെയാണ് പള്ളി. അതാണ് ഈ റെയിൽവേ ഗേറ്റ് അടച്ചത് കൊണ്ട് ഇവിടെ നിൽക്കേണ്ടി വന്നത്. ഇവിടെ നിന്നാണ് നമ്മളുടെ പെസഹ വ്യാഴാഴ്ചത്തെ ദീപക്കാഴ്ച നടക്കുന്ന സ്ഥലം. അനേകായിരങ്ങൾ കഞ്ഞി നേർച്ച സദ്യ കഴിക്കുന്ന സ്ഥലമാണ്. നേർച്ചക്കഞ്ഞി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ദുഃഖവെള്ളിയാഴ്ച വെളുപ്പിന് 5 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയാണ് കഞ്ഞിയും മാങ്ങാച്ചാറും കൊടുക്കുന്നത്. ഇവിടെ അനേകായിരങ്ങൾക്ക് ഇത് വിശപ്പും ദാഹവും മാറുന്നതിനുപരിയായിട്ട് ഒരു വലിയ ഔഷധം കൂടിയാണെന്നാണ് പറയുന്നത്. ഇതാണ് പള്ളിയിലെ നേർച്ചയിടാനുള്ള വാതിക്കലുള്ള പന്തൽ. ദീപക്കാഴ്ച ഇപ്പോഴും ഉണ്ട്. കാര്യം രാത്രിയിൽ വിളക്ക് കത്തിക്കാത്തവർ പകലും വന്നിട്ട് വിളക്ക് കത്തിക്കും. നേർച്ചയിടാനായിട്ടും മുട്ടിൽ നീന്തുവാനായിട്ടും ഒക്കെ ധാരാളം ആൾക്കാർ ഇവിടെ വരാറുണ്ട്. നല്ല നീണ്ട ക്യൂ ആണ്. നല്ല വെയിലുണ്ട്. പക്ഷേ ഇവിടെ പന്തലിട്ടേക്കുന്നതുകൊണ്ട് വെയിൽ ചൂടൊന്നും അറിയത്തില്ല. ഏതായാലും യേശുവിൻ്റെ പാസ്കൽ രൂപത്തിനടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് പാസ്കൽ രൂപം. പാസ്കൽ രൂപത്തെക്കുറിച്ചുള്ള ഇതിൻ്റെ നഗരിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. പാസ്കൽ രൂപം ഇതാണ്. ധാരാളം വെറ്റിലയിൽ പൊതിഞ്ഞ മലരാണ് നേർച്ച. പള്ളിയുടെ അകത്ത് തന്നെ എല്ലാവരും തന്നെ പ്രാർത്ഥിച്ച് ഇരിക്കുകയാണ്. പുറത്തുകൂടി ഇഷ്ടികയെ തലയിൽ ചുമന്നുകൊണ്ടുള്ള നേർച്ച നടത്തുന്നുണ്ട്. അതുകൂടാതെ ദാഹിക്കുന്നവർക്കുള്ള മോരും വെള്ളം, അത് ഞാനും ഒരു ഗ്ലാസ് മേടിച്ച് കുടിച്ച് നോക്കി. വളരെ നല്ല മോരും വെള്ളമായിരുന്നു. കാര്യം നല്ല തണുപ്പുണ്ട്, ആവശ്യത്തിന് ചെറിയ പുളിയേ ഉള്ളൂ. കൊള്ളാം, വളരെ നല്ലതായിരുന്നു. ഇപ്പോഴും പള്ളിയുടെ ചുറ്റിനും പല ഭാഗത്തായിട്ട് വലിയ വലിയ നിലവിളക്കുകൾ വെക്കുന്നുണ്ട്. അതിലൊരു നിലവിളക്കാണ് ഞാൻ കാണിക്കുന്നത്, കൽവിളക്ക്. അതിൽ എപ്പോഴും വിശ്വാസികൾ വന്ന് എണ്ണ നിറയ്ക്കും. ഇപ്പോൾ സമയം 5 മണി ആകാറായി. ഇവിടെ കുരിശുകുമ്പൽ നടക്കുന്നുണ്ട്. അടുത്താണ് നഗരി കാണിക്കലാണ്. ക്രിസ്തുവിൻ്റെ പാസ്കൽ രൂപം പള്ളിയുടെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്ത് അതും വഹിച്ചുകൊണ്ടുള്ള യാത്രയാണ് അടുത്തത്. ഈ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ദേവാലയത്തിൽ നിന്നുള്ള എല്ലാ പ്രാർത്ഥനകളുമായിരിക്കും ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കുന്നത്. പ്രാർത്ഥനാശംസകൾ.
കരുണ